കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. 596 പവൻ സ്വർണമാണ് സംഘം തട്ടിയെടുത്തത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തി സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഈ കൊലപാതകമാണ് എന്നതുൾപ്പെടെ പോലീസ് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? 2023 ഏപ്രിൽ 14 പുലർച്ചെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പുമുറിയിൽ അബ്ദുൾ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ സമയം പോലീസ് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതിന് പുറകിൽ കൊലപാതകമാണോ എന്നൊരു സംശയം പോലീസിന് ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തലയ്ക്ക് അടിയേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. 4 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. 3 യുവതികളും ഒരു യുവാവുമാണ്. അവരുടെ പേരുവിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഗഫൂറിന്റെ കൈവശം നിന്ന് ഇവർ സ്വർണം വാങ്ങി. തുടർന്ന് ഈ സ്വർണം തിരികെ നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. 596 പവൻ സ്വർണമാണ് അബ്ദുൾ ഗഫൂറിന്റെ കൈവശത്ത് നിന്ന് ഈ പ്രതികൾ കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിലവിൽ പ്രതികൾ SP ഓഫീസിലാണുള്ളത്. SP ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ പ്രതികളെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അനുജ, ഇതിലിപ്പോൾ ഈ ആളുകൾ മാത്രമാണോ സംഘത്തിലുണ്ടായിരുന്നത്, അതോ കൂടുതൽ പേരുണ്ടോ? പോലീസ് അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? അനുജ, ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഇത് നിലവിലൊരു മന്ത്രവാദ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭ്യമായിട്ടുണ്ടോ, ഈ സ്വർണം ഇവർ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 596 പവൻ സ്വർണമാണ്. അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഈ അബ്ദുൾ ഗഫൂറിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയത്. പക്ഷേ ആ സ്വർണം എന്തിനു വിനിയോഗിച്ചു, അതിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ പ്രതികളുടെ പേരുവിവരങ്ങൾ പോലും പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുജ, അരുൺ, ഇത് ഏത് തരത്തിലേക്കാണ് ഈ മരണത്തിൽ കലാശിച്ചത്? അനുജ, 2023 ഏപ്രിൽ 14 ഈ അബ്ദുൾ ഗഫൂർ ഹാജി പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ സമയത്ത് പോലീസ് അന്വേഷണം നടത്തി. അതിനുശേഷമാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കൊലപാതകം നടന്നോ എന്നൊരു സംശയം ബന്ധുക്കൾ പങ്കുവെക്കുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം സമയത്താണ് തലയ്ക്ക് അടിയേറ്റു എന്ന വിവരം ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വിവരം വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2023 ഏപ്രിലാണ്. അത് കൊലപാതകമാണ് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം തട്ടിയെടുത്ത് ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞ് ഒരു സംഘം കബളിപ്പിക്കുകയായിരുന്നു. പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. 596 പവൻ സ്വർണമാണ് ഈ വ്യവസായിയുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തത്. നിലവിൽ അറസ്റ്റിലായത് 4 അംഗ സംഘമാണ്. ഇതിലൊരു യുവതിയുണ്ട്. അവർ മന്ത്രവാദിനിയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തുകയായിരുന്നു. അങ്ങനെ സ്വർണം തട്ടിയെടുത്തു. പക്ഷേ ഇതിൽ ദുരൂഹതകളുണ്ട്. ഈ സ്വർണം ഇവർ എന്തിനുപയോഗിച്ചു? ഇത് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. 596 പവൻ സ്വർണം ഈ സംഘം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ 1.5 വർഷത്തിന് ശേഷം പോലീസ് ഇത് കണ്ടെത്തിയിരിക്കുന്നു. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഇതെങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നതാണ് ഞാൻ ചോദിച്ചത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഇവർ പ്രവാസി വ്യവസായിയെ സമീപിക്കുന്നു. പിന്നീട് അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്നതാണ് പോലീസ് പറഞ്ഞത്. 3.5 കോടിയിലേറെ രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായത് സംശയത്തിന് ഇടവരുത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ ചിലർ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നത്. ഈ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്ന സംശയത്തിനിടയാക്കിയ സംഭവത്തിൽ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതികൾ ഈ
സംഘത്തിലുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം വ്യാപാരികളുടെ മൊഴിയെടുക്കാൻ എത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു വ്യാപാരിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടി. മറ്റുള്ള ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ 4 പേരെ, മന്ത്രവാദിനി ഉൾപ്പെടെ ഉള്ള 4 പേരെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് ഈ പ്രതികളിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുന്നു എന്നതും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ സ്വർണം എന്തിനു വിനിയോഗിച്ചു, സ്വർണം എന്ത് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും ഈ പ്രതികൾ ഇതുപോലെ ഈ മന്ത്രവാദത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുമെന്നാണ്. 596 പവൻ സ്വർണം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. കാസർഗോട്ട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ പക്കൽ നിന്ന് ഈ സംഘം നിലവിൽ 4 അംഗ സംഘം എന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം. മന്ത്രവാദിനിയായൊരു സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് സംഘത്തിലുള്ളത്. 3.5 കോടിയിലേറെ രൂപ വില വരുന്ന സ്വർണം അതാണ് തട്ടിയെടുത്തത്. 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് പ്രതികളിലേക്ക് എത്തിയത്.